തിഹാർ ജയിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ക്രൂരമായ, ഏറ്റവും അപകടകരമായ സ്ഥലങ്ങളിൽ ഒന്നാണിത്. ആരും പോകാൻ പാടില്ലാത്ത സ്ഥലം. പക്ഷെ അവിടെ ആയിരക്കണക്കിന് തടവുകാർ കഴിയുന്നുണ്ട്. ഞാൻ ഈ തിഹാർ ജയിലിനെ ബ്രൂട്ടൽ എന്ന് പറയാൻ കാരണം അവിടുത്തെ ശിക്ഷകൾ കൊണ്ടല്ല, ജയിലർമാർ കാരണവുമല്ല, നിയമങ്ങൾ കൊണ്ടുമല്ല. പക്ഷെ അവിടുത്തെ ഹൈജീൻ, ഇൻഫ്രാസ്ട്രക്ചർ, അവിടെയുള്ള മനുഷ്യർ, ഇവയൊക്കെ ചേർന്നാണ് അതിനെ ഭീകരമാക്കുന്നത്. അവിടെ അഫ്സൽ ഗുരു പോലുള്ള കുപ്രസിദ്ധ ഭീകരർ കഴിഞ്ഞിട്ടുണ്ട്. ചോട്ടരാജൻ പോലുള്ള ഡോൺമാർ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതിനു മുൻപും അനവധി അണ്ടർവുഡ് ക്രിമിനൽസ് അവിടെ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. വലിയ രാഷ്ട്രീയക്കാരായ പി ചിദംബരം, അരവിന്ദ് കെജ്രിവാൾ, 1993 ബോംബ് ബ്ലാസ്റ്റ് കേസിലെ സഞ്ജയ് ദത്ത്, ഇവരും ഒരിക്കലായി ജയിലിന്റെ മതിലുകൾക്കുള്ളിൽ കഴിഞ്ഞവരാണ്. പക്ഷേ ഇതൊന്നുമല്ല, തിഹാറിൽ തന്നെ ചില ജയിലുകളുണ്ട്. അവിടെ അതിലും ഭീകരവാദികളെയും കൊലപാതകികളെയും അടച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ തന്നെ മതിയാകും മറ്റൊരു മനുഷ്യന്റെ പ്രാണൻ എടുക്കാൻ. അതിനാൽ ഭൂതങ്ങളെക്കാൾ ഭീകരരായവർ മനുഷ്യരാണ്. അപ്പോ നിങ്ങൾ ഭൂതങ്ങളെ പേടിക്കേണ്ട ആവശ്യം ഇല്ല, കാരണം മനുഷ്യർ തന്നെ മതിയാകും നിങ്ങളെ ഭയപ്പെടുത്താൻ. ഇന്ന് പറയാൻ പോകുന്ന ഈ കഥ ഇതേ തിഹാർ ജയിലിനെ കുറിച്ചാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ഈ ഒരു കഥ പങ്കുവച്ചിരിക്കുന്നത്. ഈ ഒരു കഥ കേട്ടതിന് ശേഷം ഒട്ടും ശാന്തമായി ഉറങ്ങാനേ സാധിച്ചില്ല. കാരണം അത് വിശ്വസിക്കാനേ സാധിച്ചില്ല. നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ ഒരു കാര്യം സംഭവിക്കുമോ എന്ന്. തിഹാർ ജയിലിൽ ദിവസേന പലർക്കും വ്യത്യസ്തമായ രീതിയിൽ മരണം സംഭവിക്കുന്നു. പക്ഷേ ആരും അതിന് പിന്നിലെ കാരണം എന്താണെന്ന് അന്വേഷിക്കാറേയില്ല. ഒരു ജയിൽ പുള്ളിയാണല്ലോ മരിച്ചത്, കഥ കഴിഞ്ഞു എന്നാണ് പലരുടെയും ചിന്ത. പക്ഷേ ചില മരണങ്ങൾ മനുഷ്യരുടെ കൈയാൽ സംഭവിക്കുന്നതല്ല, അവ അജ്ഞാത ശക്തികളുടെ കൈയാൽ സംഭവിക്കുന്നതാണ്. ഇതൊക്കെ കേട്ട ശേഷം രാത്രി പിന്നെ ഉറങ്ങാനേ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ കഥ നിങ്ങൾ കേൾക്കാനുള്ള സമയമാണ്. എന്നാൽ അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ ഹൊറർ, മിസ്റ്റീരിയസ്, ഹിസ്റ്റോറിക്കൽ സ്റ്റോറീസ് കാണാനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കഥ ആരംഭിക്കാം. 1993 തിഹാർ ജയിൽ. അവിടെ ജയിൽ നമ്പർ 4 കേതൻ എന്ന ഒരു തടവുകാരനെ കൊണ്ടുവന്നു. അപ്പോൾ മുതലാണ് കഥ തുടങ്ങുന്നത്. അവൻ ഇപ്പോഴാണ് അകത്തേക്ക് കടന്നത്. അവന്റെ പൂർണ്ണമായ മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞു. തിഹാർ ജയിലിലെ വസ്ത്രങ്ങൾ അവൻ ധരിച്ചു. അതിനുശേഷം ആ ജയിലിനുള്ളിലേക്ക് കയറി. ആദ്യം ജയിലിന്റെ ഒരു വൻ ഗ്രൗണ്ടിൽ അവനെ കൊണ്ടുപോയി. അവിടെ നമ്പർ ഒന്നുമില്ലാത്തൊരു സെക്ഷൻ. 100 കണക്കിന്, 1000 കണക്കിന് തടവുകാർ അവിടെ കഴിയുന്നുണ്ട്. അവൻ അകത്ത് കയറുമ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു ജയിലല്ല, ഒരു ഗ്രാമം പോലെയാണ്. തിഹാർ ജയിൽ അത്ര വലുതാണ്. ആയിരങ്ങൾ അവിടെ കഴിയുന്നുണ്ട്. കേതൻ എന്ന യുവാവിന് നേരെയുള്ള ആരോപണം എന്താണെന്ന് അറിയണ്ടേ? 4 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ്. പക്ഷെ അവൻ അകത്ത് കയറുമ്പോൾ മനസ്സിലായി ഇവിടെ ഞാൻ മാത്രം അല്ല കൊലയാളി, ആയിരക്കണക്കിന് കൊലയാളികളുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം, ഉറക്കം നഷ്ടമായേക്കാം, ജീവനോടിരിക്കാൻ തന്നെ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ അവൻ ജയിലിന്റെ ക്യാൻറ്റീനിലേക്ക് പോയി ലഞ്ച് കഴിക്കാൻ. അവിടെ നിൽക്കുമ്പോൾ തന്നെ ചില തടവുകാർ അവനെ ചുറ്റി വന്നു. അതിലെ ഒരാൾ ചോദിച്ചു, പുതിയ ആളാണോ നീ? എന്താണ് ചെയ്തതെന്ന്. അതിനവൻ പറഞ്ഞു, 4 കൊലപാതകങ്ങളാണ് കുറ്റാരോപണമെന്ന്. ഇതിൽ ആ ഗ്രൂപ്പിൽ നിന്ന് കേശവ് എന്നൊരാൾ മുന്നോട്ട് വന്നു. എന്നിട്ട് ചോദിച്ചു, ഇതൊക്കെ പോലീസ് പറയുന്ന കാര്യമല്ലേ, നീ പറ, യഥാർത്ഥം എന്താണ്? ഇതിന് കേതൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? വിധി ഇതിനകം തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞല്ലോ. സാക്ഷികൾ കിട്ടിയില്ലെങ്കിൽ പോലും ശിക്ഷ കാത്തിരിക്കുകയാണ്, തൂക്കുകയർ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പേടിയില്ല എന്ന്. ഇതിന് കേശവ് പറഞ്ഞത്, നമ്മുടെ ന്യായവ്യവസ്ഥ വളരെ മന്ദഗതിയിലാണ്. ഇവിടെ ഒരുപാട് പേരുണ്ട്, 10-20 വർഷമായി കാത്തിരിക്കുകയാണ്. അവരിൽ പലരും കുറ്റം സമ്മതിച്ചവരാണ്. എങ്കിൽ പോലും ആർക്കും ഇതുവരെയും ഒരു വിധി വന്നിട്ടില്ല. ഇവിടെ ഈ ശിക്ഷാ തീരുമാനത്തിന് തന്നെ ഒരു കാലമെടുക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഈ തിഹാറിൽ ഒരാളെയും വിശ്വസിക്കരുത്. ഇവിടെ തടവുകാരാരെയും ജീവിക്കാൻ അനുവദിക്കില്ല. അവരിൽ പലരും ഒറ്റയ്ക്കാണ് കഴിയാൻ ഇഷ്ടപ്പെടുന്നത്. നീ സൂക്ഷിച്ച് ജീവിക്കണം. ഞങ്ങളും പുറത്ത് ആരോടും കരുണ കാണിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഇവിടെ കരുണ കാണിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കാരണം ഇവിടെ നീ മാത്രമല്ല, ഇവിടെ ആയിരങ്ങളുണ്ട് വൻ കുറ്റങ്ങൾ ചെയ്തവർ. അവരെല്ലാം ഇവിടെ സ്വതന്ത്രരായി നടക്കുകയാണ്. നീയും അവരുടെ ഇടയിൽ ജീവിക്കേണ്ടവരാണ് എന്ന്. ഇതിന് കേതൻ പറഞ്ഞത്, ഇല്ല, എന്നിൽ നിന്നും നിങ്ങൾ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട, ഞാനും ഇവിടെ ഒരു കുറ്റവാളിയാണ്. ഇങ്ങനെ ലഞ്ചിന് ശേഷം കേതൻ ആ ജയിലിലുള്ള മറ്റ് തടവുകാരോടൊപ്പം ഇരുന്നു. ചിരിച്ചും തമാശ പറഞ്ഞുമൊക്കെ ഇരുന്നു. ഈ സമയത്ത് അവരൊക്കെ ഈ തിഹാർ ജയിലിന്റെ നിയമങ്ങളും മുന്നറിയിപ്പുകളും പറഞ്ഞു കൊടുത്തു. എവിടെ പോകണം, എവിടെ പോകാൻ പാടില്ല, ആരെ സമീപിക്കണം, ആരെ ഒഴിവാക്കണം, എല്ലാം. തുടർന്ന് നീ ഏത് സെല്ലിലാണ് എന്ന് ചോദിച്ചു. ഇതിന് കേതൻ പറഞ്ഞത്, ജയിൽ നമ്പർ 4, സെൽ നമ്പർ 205. ഇത് കേട്ടപ്പോഴേക്കും എല്ലാവരും ശാന്തരായി. അവരുടെ മുഖം ഭയത്താൽ നിറഞ്ഞു. പെട്ടെന്ന് പിന്നിൽ നിന്നും കേശവിന്റെ ശബ്ദം കേട്ടു. നിനക്ക് മരണം പേടിയില്ല എന്നല്ലേ പറഞ്ഞത്? ഇതാണ് നിന്റെ ശിക്ഷ.
ജയിൽ നമ്പർ 4 നിന്റെ മരണം ഇതിനകം തന്നെ കാത്തിരിക്കുകയാണ്. ഇന്നത്തെ രാത്രി തീർച്ചയായും അത് നിന്നെ പിടിച്ചുകൊണ്ടുപോകും. കേതൻ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് മനസ്സിൽ ചിന്തിച്ചു, ഇവൻ വലിയ അണ്ടർവേൾഡ് ഡോൺ പോലെ ഭീഷണിപ്പെടുത്തുകയാണോ? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഇതുപോലെ പല ഗുണ്ടന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ആരെയും എനിക്ക് പേടിയില്ല. ഞാൻ നിന്നോട് പറഞ്ഞല്ലോ എനിക്കാരെയും പേടിയില്ല എന്ന്. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മൂത്ത തടവുകാരൻ വളരെ ശാന്തമായി പറഞ്ഞു, മകനെ, മനുഷ്യരോട് നിനക്ക് കരുണ ചോദിക്കാം, പക്ഷെ ആത്മാക്കൾക്ക് മുൻപിൽ നീ എന്ത് ചെയ്യും? എന്നിട്ടവർ പറഞ്ഞത്, ഇത് 1992 പണിത ജയിലാണ്. അന്നു മുതൽ ഇന്നുവരെയും ഒരു കാര്യമാണ് എല്ലാവരും പറയുന്നത്. ജയിൽ നമ്പർ 4 അതൊരു ശപിച്ച സ്ഥലമാണ്. അവിടെ അനവധി ആത്മാക്കളുടെ ചലനങ്ങൾ ഉണ്ടാകാറുണ്ട്. ആത്മാക്കൾ അവിടെയുള്ള ആരെയും ജീവനോടിരിക്കാൻ അനുവദിക്കാറില്ല. ആർക്കും ആ സെല്ലിൽ താമസിക്കാനാകില്ല. ആരും ആ ഭാഗത്ത് പോകാനേ തയ്യാറാകില്ല. ജയിൽ നമ്പർ 4 സെല്ലുകൾ, പ്രത്യേകിച്ച് സെൽ 200 മുതൽ 205 വരെ, അവിടെ രാത്രികളിൽ ഒരു അജ്ഞാത ആത്മാവെത്തും, വാതിലുകൾ തട്ടും, ശബ്ദമുണ്ടാക്കും. അവിടെ കഴിയുന്നവരുടെ മനസ്സിനെ തകർക്കും. ആത്മാവിന്റെ രൂപം അത്ര ഭീകരമാണത്രേ. ആരെങ്കിലും അതിനെ അർദ്ധരാത്രിയിൽ കണ്ടാൽ അപ്പോൾ തന്നെ അവർക്ക് ഹൃദയാഘാതം സംഭവിക്കും. ജയിൽ നമ്പർ 4 അത് വളരെ ഭയാനകമായ സ്ഥലമാണ്, ഒരു ശപിക്കപ്പെട്ട സ്ഥലമാണെന്ന്. ഇത് കേട്ടപ്പോൾ കേതന്റെ മനസ്സിൽ ഒരു അല്പം ഭയം വന്നു തുടങ്ങി. അവൻ ഇതുവരെയും ആ 4 നമ്പർ സെല്ലിലേക്ക് പോയിട്ടില്ല, പോകാനിരിക്കുകയാണ്. ഇപ്പൊ സമയം ഏകദേശം വൈകുന്നേരം 5 മണിയായി. 1993 ആ സമയത്തൊക്കെ ആ ഭാഗം അത്രയധികം വികസിച്ചിട്ടില്ലായിരുന്നു. ഇന്നും അത്ര നല്ലതല്ല, പക്ഷെ അന്ന് അധികവും മോശമായിരുന്നു. അവിടെ വെളിച്ചമേ ഇല്ല, മുഴുവനും ഇരുട്ട്. കല്ലുകൾ കൊണ്ടുള്ള മതിലുകൾ, മുഴുവൻ ഇരുട്ട് മാത്രം. അവൻ 5 മണിക്ക് അകത്തേക്ക് കയറി. അപ്പോഴേക്കും എല്ലായിടത്തും ഇരുട്ടായി. അവനെ കൈ പിടിച്ചു കൊണ്ടുപോയത് ഒരു ഹവൽദാറായിരുന്നു. കേതൻ ചുറ്റും നോക്കി നടന്നു. ഓരോ സെല്ലിലുമുള്ള തടവുകാർ അവനെ നോക്കി ചിരിക്കുന്നുണ്ട്, ഒട്ടും സൗഹൃദമല്ലാത്ത ചിരി. ഒരു സെല്ലിന് മുന്നിലൂടെ കടന്നപ്പോൾ ആരൊരാൾ പറഞ്ഞു, ഇതാ മറ്റൊരു പുതിയ ഇരകൂടെ, ഇതും അതേ സെല്ലിലേക്കാണ് പോകുന്നത്. ഇവൻ പുലർച്ചെ വരെ ജീവിക്കുമോ, അല്ലെങ്കിൽ ഇവനെയും അത് വിഴുങ്ങുമോ? ഇത് കേട്ട് കേതൻ അങ്ങ് നടുങ്ങി. അവൻ വളരെ ശക്തനായ ഒരു മനുഷ്യനായിരുന്നു, പക്ഷെ ഇപ്പോൾ മനസ്സിൽ ഭയം വളർന്നു. പുറത്തും ഈ സെല്ലിനെ കുറിച്ചുള്ള കഥകൾ കേട്ടിരുന്നു, പക്ഷെ ഇപ്പോൾ അവനതെല്ലാം നേരിട്ട് കേൾക്കുകയാണ്. അവിടെ ഇരുട്ട്, ചിരി, ആരോ കരയുന്നു, പരിഹസിക്കുന്നു. ഈ ഭയങ്കരമായ ചുറ്റുപാട് തന്നെ അവനെ പൂർണ്ണമായും ഭയത്താൽ മൂടി. ഒടുവിൽ അവൻ സെൽ നമ്പർ 205 മുന്നിലെത്തി. ഹവൽദാർ വാതിൽ തുറന്നുകൊണ്ട് പറഞ്ഞു, ഇനി നീ അകത്ത് പോയിക്കൊള്ളൂ എന്ന്. അവൻ അകത്ത് കയറി. അവിടെ കല്ലുകൊണ്ട് ചെയ്തൊരു കിടക്കയുണ്ട്. അവൻ തന്റെ ഒരു പഴയ ഷീറ്റ് അതിന് മുകളിലായി ഒന്ന് വിരിച്ചു. അവന്റെ മുന്നിലെ കിടക്കയുടെ മുകളിൽ ആരോ കിടക്കുന്നത് പോലെ തോന്നി. ആ ഇരുട്ടിൽ നിന്നും ഒരു ശബ്ദം മാത്രമാണ് അവൻ കേട്ടത്. നിന്റെ പേരെന്താണ്? ഇതിന് കേതൻ മറുപടി നൽകി, എന്റെ പേര് കേതൻ. വീണ്ടും അതേ ശബ്ദം. എന്ത് ചെയ്താണ് നീ ഇവിടെ വന്നത്? 4 കൊലപാതകങ്ങളുടെ കുറ്റം, അതുകൊണ്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. നിങ്ങളുടെ പേരെന്താണ്? ഇതിന് ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ പേര് ജുനൈദ്. നിന്നോട് ആരും പറഞ്ഞു തന്നില്ലേ ഈ ജയിലിനെ കുറിച്ച്? ഇതിന് കേതൻ, അതെ പറഞ്ഞു. ചിലരൊക്കെ പറഞ്ഞു ഇവിടെ എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ ശബ്ദം കേൾക്കും, ഭൂതം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനതിലൊന്നും വിശ്വസിക്കുന്നില്ല. നീ തന്നെ പറ, ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചു. ഇതിന് ജുനൈദ് പതിയെ എഴുന്നേറ്റ് കേതന്റെ അടുത്തേക്ക് നടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, അർദ്ധരാത്രിയിൽ നിനക്ക് കരച്ചിലിന്റെ ശബ്ദം കേട്ടാൽ എഴുന്നേൽക്കരുത്. ആരോ നിന്നെ പേര് വിളിക്കുന്നത് പോലെ തോന്നിയാൽ അവിടെ പോകരുത്. നിന്നെ ആരെങ്കിലും സ്പർശിക്കുന്നതായി തോന്നിയാൽ ഭയപ്പെടരുത്. ആരെങ്കിലും നിന്നെ വേദനിപ്പിക്കാൻ തുടങ്ങുകയാണെങ്കിൽ കരയരുത്. എന്ത് സംഭവിച്ചാലും കണ്ണു തുറക്കരുത്. കേതൻ ഇത് കേട്ട് ആശ്ചര്യപ്പെട്ടു. എന്തിനാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന്. ഇതിന് ജുനൈദ് വളരെ ശാന്തമായി മറുപടി പറഞ്ഞു, ഞാനിവിടെ വന്നിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. അത്രയും ദിവസത്തിൽ എനിക്ക് ഇത്ര മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. മിച്ചം നിന്റെ ഭാഗ്യമാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ മനസ്സിനെ നിയന്ത്രിക്കണം. എന്തായാലും ഇപ്പോൾ രാത്രിയായി. ജുനൈദ് അപ്പോഴത്തേക്കും കേതന്റെയും അവന്റെയും ഭക്ഷണം കൊണ്ടുവന്ന് സെല്ലിൽ വെച്ച് 2 പേരും ആഹാരം കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞ് കേതൻ എഴുന്നേറ്റ് കൈ കഴുകി. ജുനൈദും കൈ കഴുകി തന്റെ കിടക്കയിൽ കയറി. ഇപ്പോൾ പരസ്പരം ഒന്നും സംസാരിച്ചില്ല. കേതൻ അപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരുന്നു, ഇന്നത്തെ രാത്രി എങ്ങനെ കടന്നു പോകും? ഇത്രയും മുന്നറിയിപ്പുകൾ കേട്ടതിനു ശേഷവും ഈ സെല്ലിനരികെ എന്തായിരിക്കും സംഭവിക്കുക? ആരാണ് വന്ന് വാതിൽ തട്ടുക? എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? കേതൻ ഇങ്ങനെ ഭയപ്പെട്ടിരിക്കുകയാണെന്ന് ജുനൈദിന് വ്യക്തമായി മനസ്സിലായി. അവൻ പറഞ്ഞു, കേതൻ ജി, നിങ്ങളിപ്പോൾ ഉറങ്ങിക്കോ, അർദ്ധരാത്രി കണ്ണു തുറക്കരുത്. ഇത് കേട്ട് കേതൻ കിടന്നു. ജുനൈദ് ഉറങ്ങുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ നോക്കുന്നുണ്ട്. അപ്പോഴും ജുനൈദ് ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കണ്ണുകൾ പതിയെ പതിയെ അടഞ്ഞു. ഇപ്പോൾ അർദ്ധരാത്രി, സമയം എത്രയായെന്നറിയില്ല. അപ്പോഴേക്കും കേതൻ്റെ കണ്ണുകൾ തുറന്നു.
അവൻ എഴുന്നേറ്റ് ഒരു മട്ടിയിൽ നിന്നും വെള്ളം എടുത്ത് കുടിച്ചു. അവൻ്റെ കണ്ണുകൾ ആ സമയത്ത് ഇരുട്ടിലേക്ക് പോയി. അവിടെ ജുനൈദിനെ കാണുന്നില്ല. ഇത്രയും രാത്രിയിൽ അവൻ എവിടെയാണ് പോയത്? ആശ്ചര്യത്തോടു കൂടി തിരിഞ്ഞു നോക്കി. ജയിലിലെ തടവുകാരെല്ലാം തന്നെ സെല്ലിനുള്ളിൽ തന്നെ ആയിരിക്കണം. ഇപ്പൊ കേതന്റെ തല കറങ്ങി തുടങ്ങി. അവൻ ജുനൈദ് ജുനൈദ് എന്ന് വിളിച്ചുകൊണ്ട് അവിടെ ചുറ്റും നടന്നു. പക്ഷെ ആരും മറുപടി കൊടുത്തില്ല. ഇപ്പൊ അവൻ വാതിലിലേക്ക് നോക്കി, ഒരല്പം തള്ളി നോക്കി. അപ്പോഴാണ് മനസ്സിലായത് വാതിൽ പുറത്ത് നിന്ന് തുറന്നിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് സാധ്യമാവുക? അവന്റെ ഹൃദയം വേഗത്തിൽ ഇടിച്ചു തുടങ്ങി. തലയിൽ വല്ലാത്തൊരു ഭാരം തോന്നി. ശ്വാസം മുട്ടാൻ തുടങ്ങി. ആരെയും അവനെ കൊണ്ട് വിളിക്കാനായില്ല. ജുനൈദിനെ കാണുന്നില്ല. സെല്ലിൽ അവൻ ഇല്ല. ഇപ്പോഴും അവന്റെ മനസ്സിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ്. ആരോടും സംസാരിക്കരുത്, സെല്ലിൽ നിന്നും പുറത്തു പോകരുത്, കണ്ണ് തുറക്കരുത്. പക്ഷെ ഇപ്പോൾ അവന്റെ ശരീരം വേദനിക്കുകയാണ്, ശ്വാസം മുട്ടുന്നുണ്ട്. അങ്ങനെ പതിയെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. കോറിഡോറിലൂടെ പാഞ്ഞുകൊണ്ട് വിളിച്ചു, എനിക്കെന്തോ സംഭവിക്കുന്നു, ആരോ എന്നെ കൊല്ലാൻ പോകുന്നുവെന്ന്. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹവൽദാർ അവന്റെ അടുത്തേക്ക് വന്നു. എന്താണ്, ആരാണ് നിന്നെ കൊല്ലാൻ പോകുന്നത്? ഇതിന് കേതൻ വിറച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കറിയില്ല, പക്ഷെ ആരോ എന്നെ കൊല്ലാൻ പോകുന്നു. ഇതിന് ഹവൽദാർ പറഞ്ഞത്, നീ ആ ജുനൈദിനൊപ്പമല്ലേ താമസിക്കുന്നത്, അവൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ എന്ന്. ഇല്ല സാർ, അവൻ സെല്ലിലേ ഇല്ല, വാതിൽ പോലും തുറന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഓടി വന്നതെന്നും പറഞ്ഞു. എന്ത്? നിർത്ത്, ഞാൻ ആദ്യം പോയി നോക്കാം. അങ്ങനെ അയാൾ ആ സെല്ലിൻ്റെ വാതിലരികിലെത്തി. ജുനൈദ് എന്ന് വിളിച്ചു. ഇപ്പോൾ ജുനൈദ് അവൻ്റെ കട്ടിലിൽ കിടക്കുകയാണ്, ഉറങ്ങുന്നത് പോലെ. 2-3 തവണ വിളിച്ചു, ജുനൈദ് ജുനൈദ്, നീ എവിടെയെങ്കിലും പോയോ എന്ന്. ഇതിനവൻ കണ്ണു തുറന്നുകൊണ്ട് പറഞ്ഞു, സാർ, വാതിൽ ലോക്കല്ലേ, എനിക്കെങ്ങനെയാണ് പുറത്തേക്ക് പോകാൻ സാധിക്കുക എന്ന്. ഇതിന് ഹവൽദാർ അത്ഭുതപ്പെട്ടുകൊണ്ട് ആ വാതിൽ പരിശോധിച്ചു. ലോക്ക് ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ചാവി എടുത്ത് തുറന്ന് കേതനെ അകത്തേക്ക് കയറ്റി. എന്നിട്ട് ചോദിച്ചു, നിനക്ക് ചാവി എവിടെ നിന്നാണ് കിട്ടിയത്? വാതിൽ നീ എങ്ങനെയാണ് തുറന്നത് എന്ന്. എന്നിട്ട് ഹവൽദാർ സ്വയമേ അങ്ങ് പറഞ്ഞു, ശരിയായിരിക്കാം, കഴിഞ്ഞ ദിവസം ഞാനൊരു പക്ഷെ വാതിൽ പൂട്ടാൻ മറന്നതായിരിക്കാം എന്ന്. ഹവൽദാർ പോയതിനു ശേഷം ജുനൈദ് കേതനോട് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? കേതൻ ഇതിന് വിറച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ തിരയുകയായിരുന്നു, നീ ഇവിടെ എങ്ങും ഇല്ലായിരുന്നു. നീ പറഞ്ഞതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്, കണ്ണ് തുറക്കരുത്, ആരോടും സംസാരിക്കരുത് എന്ന്. പക്ഷെ ഞാൻ കണ്ണു തുറന്നു, ഞാൻ ഭയപ്പെട്ടു. ഇപ്പോൾ ജുനൈദ് വളരെ ഗൗരവത്തോടെ പറഞ്ഞു, നീ കണ്ണ് തുറന്നു അല്ലേ? അത് ചെയ്യേണ്ടതല്ലായിരുന്നു. ശരി, എന്തായാലും ഇപ്പോൾ പോയി കിടന്നുറങ്ങാൻ പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചു. ജുനൈദ് കേതനെ ഉണർത്തി. ഉറങ്ങിയത് മതി, പുറത്തേക്ക് വാ, ചായയും റൊട്ടിയും കിട്ടിയിട്ടുണ്ടെന്ന്. കേതൻ എഴുന്നേറ്റു. പക്ഷെ അവൻ ആകെ തളർന്നിരിക്കുകയാണ്, തല കറങ്ങുന്നുണ്ട്, ശരീരമാകെ ഭാരം തോന്നുകയാണ്. അവൻ നേരെ ക്യാൻറ്റീനിലേക്ക് പോയി. അവിടെ കേശവ് എത്തിയിരുന്നു. കേശവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ, നീ രാത്രി ഭൂതത്തെ കണ്ടോ? നിന്റെ തുടക്കം നല്ലതല്ലേ എന്ന്. ഞാൻ കേട്ടിരുന്നു, ആരൊക്കെയോ സെല്ലിൽ നിന്ന് ബഹളം വെച്ച് പുറത്തേക്ക് ഓടിയെന്നൊക്കെ. ഇപ്പൊ കേതൻ തുറിച്ച മുഖത്തോടു കൂടി കേശവനെ ഒന്ന് നോക്കി. പ്ലീസ്, ഞാനിപ്പോൾ തമാശ പറയേണ്ട മൂഡിലല്ല, ദയവ് ചെയ്ത് എന്നെ ശല്യം ചെയ്യരുത്, കളിയാക്കരുത് എന്ന്. ഈ സമയത്താണ് ജുനൈദ് ചായ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നത്. ജുനൈദിനെ കണ്ടപ്പോൾ തന്നെ കേശവ് ഒരടി പിന്നിലേക്ക് പോയി, എന്തോ ഒരു ഭയമുള്ളത് പോലെ. ജുനൈദ് ചായ കേതന് കൊടുത്തു. പക്ഷെ കേതന് വല്ലാത്തൊരവസ്ഥ, തലയൊക്കെ കറങ്ങുന്നത് പോലെ, കാഴ്ചയൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞു, ജുനൈദ്, എനിക്കെന്തോ സുഖമില്ല, ഞാൻ സെല്ലിൽ പോയി കിടക്കട്ടെ, ഇന്നലെ രാത്രി എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചുവെന്ന്. അവനെ പോയി വിശ്രമിക്കാനും ജുനൈദ് പറഞ്ഞു. ആ സെൽ മുഴുവനും ശൂന്യമായിരുന്നു. മറ്റെല്ലാ തടവുകാരും പുറത്തേക്ക് പോയി. ബെല്ലടിച്ചതിന് ശേഷം ചായ കുടിക്കാനായിരുന്നു എല്ലാവരും പോയത്. ഇപ്പോൾ കേതൻ ഒറ്റയ്ക്ക് അവൻ്റെ സെല്ലിലേക്ക് നടന്നു. അല്പസമയത്തിന് ശേഷം അവൻ്റെ സെല്ലിനകത്ത് കയറി അവൻ ഉറങ്ങി. ഒരല്പസമയം കഴിഞ്ഞ് അവൻ കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോൾ തന്നെ അവൻ ഞെട്ടിപ്പോയി. രാത്രിയായി. ഇപ്പോഴല്ലേ ഞാൻ ഉറങ്ങിയത്? അവൻ വേഗം ചുറ്റും നോക്കി. ജുനൈദ് അവൻ്റെ അടുത്ത് കിടക്കുകയാണ്. ഇതെങ്ങനെയാണ് സാധ്യമാവുക? ഉടൻ തന്നെ ജുനൈദിനെ ഉണർത്തി. എത്രയും സമയം കഴിഞ്ഞോ? ഞാൻ എത്ര സമയം ഉറങ്ങി? ഇപ്പോഴല്ലേ രാവിലെ ചായ കുടിച്ചിട്ട് ഞാൻ വന്ന് കിടന്നുറങ്ങിയത്? ഇപ്പോഴെങ്ങനെയാണ് രാത്രി ആയത് എന്ന് ജുനൈദ് അമ്പരന്നുകൊണ്ട് ചോദിച്ചു. നീ എന്താ പറയുന്നത്? നമ്മളൊരു 10-15 മിനിറ്റ് മുമ്പാണ് രാത്രി ഭക്ഷണം കഴിച്ചത്. ഇത് നിന്റെ ആദ്യ രാത്രിയാണിവിടെ. ഞാൻ പറഞ്ഞില്ലേ അർദ്ധരാത്രിയിൽ എന്നെ ഇങ്ങനെ ഉണർത്തരുത്, ഇവിടെയുള്ള കഥകൾ അത്ര നല്ലതല്ല എന്ന്. നീ വെറും 10 മിനിറ്റാണ് കേത് ഉറങ്ങിയത്. ഇപ്പോ കേതൻ തൻ്റെ തല പിടിച്ചിട്ട് എനിക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോഴാണ് ഞാൻ നിനക്കൊപ്പം ഇരുന്ന് ചായ കുടിച്ചത്. പക്ഷേ ഇപ്പോൾ നീ പറയുന്നു രാത്രി ഭക്ഷണം കഴിച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുള്ളൂ എന്ന്. ഇതിന് ജുനൈദ് ഒന്നും പറയാതെ തിരിഞ്ഞു കിടന്നുറങ്ങി. ഇവൻ എന്തൊക്കെയോ ഭ്രാന്ത് പറയുകയാണെന്നും പറഞ്ഞ് പുഞ്ചിരിച്ചു. ഇപ്പൊ കേതൻ തൻ്റെ കിടക്കയിലിരുന്ന് സ്വയം സംസാരിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ? ഇപ്പൊ പെട്ടെന്ന് അവൻ തൻ്റെ സെല്ലിനരികിലെ വാതിലേക്ക് നോക്കി. അവിടെ ഒരാളുണ്ടായിരുന്നു. അതിൻ്റെ ആ രൂപം അത് പൂർണ്ണമായും കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ.
ത്വക്കൊക്കെ കത്തിക്കരിഞ്ഞ് പൊളിഞ്ഞു വീണ നിലയിൽ, വളരെ ക്രൂരമായ ഒരു രൂപം, വേദനയുണ്ടാക്കുന്ന ഒരു ശബ്ദം, വല്ലാത്തൊരു കരച്ചിൽ. അത് കേതനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. വാതിലിനടുത്തു നിന്നും വാ വാ എന്ന് വിളിക്കുന്നുണ്ട്. കേതന്റെ ശരീരമാകെ ഇപ്പോൾ വിറയ്ക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഷീറ്റെടുത്തവൻ മൂടാൻ തുടങ്ങി. ഇത് കണ്ട് ജുനൈദ് അവനെ വിളിച്ചു. എന്ത് പറ്റി കേതൻ, നിനക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന്. ഇതിന് കേതൻ നീ അവിടെ നോക്കെന്നും പറഞ്ഞു. അങ്ങനെ വിരൽ ചൂണ്ടി സെല്ലിനടുത്തേക്ക് കാണിച്ചു കൊടുത്തു. ജുനൈദ് നോക്കിയപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. അവിടെ ആരും ഇല്ലല്ലോ, നീ ആരെയാണ് ഈ കണ്ടതെന്നും ചോദിച്ചു. ഇല്ല ജുനൈദ്, ഞാൻ കണ്ടതാണ്, അവിടെ ആളുണ്ട്, നീ നോക്കെന്ന്. പക്ഷെ അവിടെ വെറും ഇരുട്ട് മാത്രമേ ജുനൈദിന് കാണാൻ സാധിച്ചുള്ളൂ. കേതൻ ഇപ്പോൾ വിറച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ എന്തൊക്കെയോ തെറ്റാണ്, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, എനിക്ക് ശരീരമാസകലം വിറയ്ക്കുന്നുണ്ട് എന്ന്. ഇതിന് ജുനൈദ് പറഞ്ഞത്, എനിക്കിപ്പോൾ നിന്നെ കണ്ടപ്പോഴാണ് ഭയം തോന്നുന്നത്, നീയാണ് വിചിത്രമായി പെരുമാറുന്നത്, എനിക്കൊന്ന് ഉറങ്ങണം, ദയവ് ചെയ്ത് മിണ്ടാതിരിക്കാമോ എന്ന്. അങ്ങനെ ആ രാത്രി ഇതേപോലെ തുടർന്നു. ഒരു 10-20 തവണ ജുനൈദിന്റെ അടുത്തേക്ക് കേതൻ വന്ന് പറഞ്ഞു, ഞാൻ എത്ര സമയമാണ് ഉറങ്ങിയത്, ഇപ്പോഴല്ലേ നമ്മൾ ചായ കുടിച്ചത് എന്ന്. അങ്ങനെ അന്നത്തെ രാത്രി മുഴുവൻ കേതൻ നിലവിളിച്ചുകൊണ്ടേയിരുന്നു, കരയുന്നു, പെട്ടെന്ന് ചിരിക്കുന്നു. ജുനൈദ് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് അവൻ ഉറക്കത്തിലേക്ക് മുങ്ങി. അടുത്ത ദിവസം രാവിലെ സൂര്യൻ പതിയെ തടവറയിലേക്ക് കടന്നു വന്നു. ആ സമയം ഹവൽദാർ വന്ന് വാതിൽ തുറന്നു. ആ സെല്ലിൽ നിന്നും അയാൾ കേതന്റെ മൃതദേഹം എടുത്തുകൊണ്ട് പോവുകയായിരുന്നു ചെയ്തത്. ജുനൈദ് കിടക്കയിൽ നിന്നും ഇതെല്ലാം നോക്കുന്നുണ്ട്. അവന്റെ മുഖത്ത് യാതൊരു വികാരവും ഇല്ല. അവൻ തിരിഞ്ഞു കിടന്ന് വീണ്ടും ഉറങ്ങാൻ ശ്രമിച്ചു. ഒരാളുടെ മരണം സംഭവിച്ചിരിക്കുകയാണ്. പക്ഷേ ജുനൈദിന്റെ മുഖത്ത് യാതൊരു അതിശയവുമില്ല. എല്ലാം മുൻകൂട്ടി അറിഞ്ഞതുപോലെ അവൻ പെരുമാറുകയാണ്. അവന്റെ കണ്ണുകളിൽ ഒരു നിശബ്ദത, ഒരു ശാന്തമായ ഭയം. നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാകാം, ഇതിൽ ഭയം എന്താണ് സംഭവിച്ചത്, എവിടെയാണ് ഭൂതം എന്നൊക്കെ. ഇതിന് ഒരു ഉത്തരമേ ഉള്ളൂ. ഇതൊരു ഭൂതകഥയല്ല, ഇതൊരു മനുഷ്യന്റെ ഭീകരതയുടെ കഥയാണ്. ജുനൈദ് തൻ്റെ കുടുംബത്തെ മുഴുവനും കൊന്നൊടുക്കിയ ഒരു ക്രിമിനലായിരുന്നു. അവന് ഷീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊരു മാനസിക അസുഖം ബാധിച്ചിരുന്നു. ഈ രോഗമുള്ളവർക്ക് മറ്റുള്ളവരുമായി ജീവിക്കാൻ കഴിയില്ല. അവർക്ക് മനുഷ്യ സമ്പർക്കം തന്നെ വെറുപ്പാണ്. ഒറ്റപ്പെട്ടിരിക്കണം, ഇരുട്ടിൽ മാത്രം ജീവിക്കണം. ഇതാണ് അവരുടെ ഒരു മാനസികാവസ്ഥ. ഇത് ഒരു ഇൻട്രോവേർട്ടിൻ്റെ ഒരു അടുത്ത തലമാണ്. അവർക്ക് മനുഷ്യരിൽ നിന്നും ഇങ്ങനെ അകന്ന് നടക്കണം. പോരാത്തതിന് മനുഷ്യരടുത്തേക്ക് വന്നാൽ അവരെ കൊല്ലാനും മടിക്കില്ല. അവന് വളരെ ബുദ്ധിയുണ്ടായിരുന്നു. തൻ്റെ ഇരയെ കൊല്ലാൻ അവൻ വ്യത്യസ്തമായ വഴികൾ തിരഞ്ഞെടുത്തിരുന്നു. ആർക്കും മനസ്സിലാകാനാകാത്തൊരു വഴി. കേതന്റെ മരണം അതൊരു അപമൃത്യു അല്ല, അതെല്ലാം ജുനൈദിന്റെ ഒരു പദ്ധതിയായിരുന്നു. അവൻ ഇതിനുവേണ്ടി ഉപയോഗിച്ചത് DMD എന്നൊരു ഡ്രഗായിരുന്നു. ആദ്യ ദിവസം ജുനൈദായിരുന്നു കേതന് വേണ്ടി ഭക്ഷണം കൊണ്ടുവന്നത്. ആ ഭക്ഷണത്തിൽ അവൻ ആ ഡ്രഗ് ചേർത്തിരുന്നു, DMD, അതായത് ഡൈമെത്തിലിൻ ട്രിപ്റ്റമിൻ. ഇത് മനസ്സിനെ വളച്ചൊടിക്കുന്ന, കാലത്തെ നിലയ്ക്കും പോലെ അനുഭവപ്പെടുന്ന ഒരു രാസവസ്തു. അത് പ്രവർത്തിക്കുന്നത് വെറും 40 മിനിറ്റാണ്. പക്ഷേ അനുഭവം 2 ദിവസം പോലെ തോന്നും. കാലം നീണ്ടു പോകുന്നത് പോലെ തോന്നും. എല്ലാം യാഥാർത്ഥ്യം പോലെ. ഇതിൻ്റെ സ്വാധീനത്തിലായിരുന്നു കേതൻ ഭ്രമങ്ങൾ കാണാൻ തുടങ്ങി. ഭൂതങ്ങൾ, കത്തിയ മുഖങ്ങൾ, കരച്ചിലുകൾ എല്ലാം അവൻ്റെ സ്വന്തം മനസ്സിൻ്റെ വികൃതമായ പ്രതിഫലനമായിരുന്നു. അവൻ്റെ ഭയം ജുനൈദ് ഉപയോഗിച്ചു. ജുനൈദ് പറയാൻ തുടങ്ങി, അർദ്ധരാത്രി കണ്ണ് തുറക്കരുത്, ആരെങ്കിലും വിളിച്ചാൽ പോകരുത്. ഇതെല്ലാം കേതന്റെ മനസ്സിലിങ്ങനെ കൂടിക്കയറി. ഭ്രാന്തിന്റെ അതിരിലേക്ക് അവൻ വഴുതി വീണു. ഒടുവിൽ അവന്റെ ശരീരത്തിന് പോലും അത് സഹിക്കാനായില്ല. ഹൃദയം തന്നെ നിലച്ചു. അങ്ങനെ മരണം സംഭവിച്ചു. ഈ തിഹാർ ജയിലിലെ ഹൊറർ കഥകൾ എന്നും പടർന്നു കിടക്കുകയാണ്. ഭൂതങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഇന്നും ഒരു ചർച്ചാ വിഷയമാണ്. പക്ഷേ മനുഷ്യർ അവിടെ എല്ലായിടത്തും ഉണ്ട്. നിങ്ങളുടെ ചുറ്റും, നിങ്ങളുടെ മുറിയിൽ, നിങ്ങൾ കാണുന്ന ഇടങ്ങളിലെല്ലാം ഒരു മനുഷ്യൻ അടുത്തിരിക്കും. ജയിൽ ഭിത്തികൾക്കുള്ളിൽ ഭൂതങ്ങളെ അല്ല അടച്ചിരിക്കുന്നത്, മനുഷ്യരെയാണ്. ആ മനുഷ്യർ തന്നെയാണ് മറ്റൊരു മനുഷ്യന്റെ ജീവനും കവരുന്നത്. അപ്പോൾ ഭൂതങ്ങളെക്കാൾ ഭയപ്പെടേണ്ടത് മനുഷ്യരെയാണ്. അവരിൽ നിന്നാണ് എല്ലാ ഭീതിയും ആരംഭിക്കുന്നത്. ഈ ഒരു കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ തിഹാർ ജയിലിനെ കുറിച്ച് നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും മിസ്റ്റീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും കഥകൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് കമൻറ്റിൽ പറയുക. അടുത്ത ഏത് വീഡിയോസ് കാണാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതും കമൻറ്റിൽ പറയുക. ഇതുവരെയും ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.